KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന്റെ വിമർശനത്തിന് VT ബൽറാമിന്റെ മറുപടി. മാറ്റത്തിന് തൃത്താല കൊതിക്കുമ്പോൾ ആരും പിറകിൽ നിന്ന് കുത്തരുത്. പാലക്കാട് ആലിക്കരയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിലാണ് ബൽറാമിന്റെ പ്രതികരണം. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ തൃത്താലയടക്കം ജനങ്ങൾ ശരിയായ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. വ്യക്തികളല്ല പ്രധാനം, ഈ നാടിന്റെ ജനവികാരാണ്. ഒരു തിരുത്തലിന് വേണ്ടി തൃത്താല തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുത്. ശരിയല്ലേ? നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് VT ബൽറാം എന്നായിരുന്നു CV ബാലചന്ദ്രന്റെ ഇന്നത്തെ വിമർശനം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട് നിന്ന്. ശ്രീജിത, ശരിക്കും ഈ ബാലചന്ദ്രന്റെ ഇത്തരം ഒരു പ്രതികരണത്തിന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപാണ് CV ബാലചന്ദ്രന്റെ ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വരുന്നത്. അത് ആ മേഖലയിൽ VT ബൽറാമിനെതിരായുള്ള ഒരു വലിയ പ്രസംഗം തന്നെയായിരുന്നു. അതൊരു കുടുംബസംഗമമായിരുന്നു. ആ കുടുംബസംഗമത്തിൽ CV ബാലചന്ദ്രൻ പറഞ്ഞ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ MLA ആയി. പിന്നീട് അത് ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് പിന്നീട് VT ബൽറാം നടത്തിയത് എന്ന ആക്ഷേപമാണ് ഉയർത്തിയത്. ഫോൺ എടുക്കുന്നില്ല, അഹങ്കാരം, ധിക്കാരം എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത തോതിൽ വിവാദമായി. പക്ഷെ അതിനോട് VT ബൽറാം പ്രതികരിച്ചിരുന്നില്ല. അതാണ് ഇന്ന് ഒരു പ്രതികരണത്തിന്റെ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും CV ബാലചന്ദ്രന്റെ പേര് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു നല്ല ചാൻസ് ഇവിടെയുണ്ട്, ആ അവസരം കളഞ്ഞു മുടിക്കരുത് എന്ന് മാത്രമാണ്. എന്തായാലും VT ബൽറാം ഒരു മറുപടി നൽകിയിരിക്കുന്നു. CV ബാലചന്ദ്രൻ എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നും ഞാൻ CV ബാലചന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിനില്ല. അതെല്ലാം പാർട്ടി ഫോറത്തിൽ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. എന്തായാലും VT ബൽറാം സ്ഥാനാർത്ഥിയായി വരും എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരിക്കുന്നു. അക്കാര്യത്തിൽ വലിയ അമർഷം CV ബാലചന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും ഉണ്ട്. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്.